ഇന്ന് എൻ്റെ കൂടെ പത്മ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ, ഞങ്ങളോട് ടുഗദറായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വി വിൽ ആൻസർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്ലി ബോണ്ട് എങ്ങനെയാണ് പത്മയുമായിട്ട് കീപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ ഐഡിയ ആയിരുന്നു? പത്മ നല്ല ഒബ്സർവറാണ്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, ആൾക്കാരെ ഒക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. പത്മയെ വിളിച്ചു കഴിഞ്ഞാൽ പത്മ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് കിടക്കാനൊക്കെ വരും. ചെറുതങ്ങനെയല്ലല്ലോ. അപ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾ അങ്ങോട്ടേ പോവുള്ളൂ. എന്താ ഞാനിപ്പോൾ പറഞ്ഞേ? അയ്യോ, ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാം. ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. ഇന്ന് എൻ്റെ കൂടെ പത്മ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ, ഞങ്ങളോട് ടുഗദറായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വി വിൽ ആൻസർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പത്മ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 6th പത്മ. പിന്നെ ഒരു ഫ്രണ്ട്ലി ബോണ്ട് എങ്ങനെയാണ് പത്മയുമായിട്ട് കീപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. വി ഡു കമ്മ്യൂണിക്കേറ്റ്. പണ്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, നമ്മൾ കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവണം എന്നുള്ളത്. പിന്നെ ഇപ്പം എനിക്ക് ധാരണ കംപ്ലീറ്റ് ആയിട്ട് മാറി. നമ്മൾ കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ ശ്രമിക്കരുത്. നമ്മൾ പേരൻസ് എപ്പോഴും പേരൻസ് ആണ്. പക്ഷെ നമ്മൾ പേരൻറ്റിങ്ങിൽ നമുക്ക് അവരോട് ഫ്രണ്ട്ലി ആവാം. അവർക്ക് എന്തോ കാര്യങ്ങൾ വന്ന് പറയാനുള്ള സ്പേസ് കൊടുക്കുന്ന തരത്തിൽ നമുക്ക് അവരോട് ഫ്രണ്ട്ലി ആവാം. പക്ഷെ പേരൻസ് ഷുഡ് ബി പേരൻസ് അല്ലേ? ഓക്കെ. പുതിയ പപ്പി എങ്ങനെയുണ്ട്? വെരി ക്യൂട്ട്. തീർന്നാ? പത്മ സ്കൂളിൽ നിന്ന് വരുന്നത് തന്നെ ഇപ്പം അവനെ കാണാൻ വേണ്ടിയിട്ടാ. പത്മ എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നോ പത്മയ്ക്ക് അങ്ങനെ ഒരു പെറ്റിനോടൊരു ഇഷ്ടം ഉണ്ടാവുന്ന? ഇല്ല, എനിക്ക് പെറ്റ്സ് തീരെ ഇഷ്ടമല്ലായിരുന്നു. കാറ്റ്സും ഡോഗ്സും ഒന്നും എനിക്ക് പേടിയായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ സഡൻലി എനിക്ക് തന്നെ സർപ്രൈസ് ആയി. ഇതാരുടെ ഐഡിയ ആയിരുന്നു? അമ്മയുടെ. ഞാനും അവളെ പോലെ തന്നെ ഞാനും വിചാരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പെറ്റിനോട് ഭയങ്കര ഇതുണ്ടാവും എന്നുള്ളത്. പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ ഒരു ചിന്ത വന്ന് ഞങ്ങൾ അങ്ങ് മേടിച്ചതാണ്. അപ്പോൾ പത്മയ്ക്കും ഭയങ്കര പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അവനോടൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം അവൻ നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. പത്മേനെ കുറിച്ചുള്ള എൻ്റെ ഫേവറേറ്റ് തിങ്, ചേച്ചീസ് ഫേവറേറ്റ് തിങ് അബൌട്ട് പത്മ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ലേ? പിന്നെ സ്പെഷ്യലായിട്ട് എനിക്ക് എപ്പോഴും ഞാൻ പത്മയിൽ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം, പത്മ നല്ല ഒബ്സർവറാണ്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, ആൾക്കാരെ ഒക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും ഇതൊക്കെ ഇവളെ എപ്പോൾ ശ്രദ്ധിച്ചു എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അവൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ, അതിനെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെ അനലൈസ് ചെയ്യാനുള്ളൊരു സ്കില്ല് പത്മയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കമലയ്ക്ക് പട്ടിക്കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? അവൾ അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കമല അതിൻ്റെ കൂടെയാണ് കമലയുടെ ഫുൾ ടൈം കളി ഇപ്പം. കമല രാവിലെ സ്കൂളിലേക്കൊക്കെ പോകാൻ നേരം പറയും, അവൻ എന്ത് സുഖം, അവന് കിടന്ന് ഉറങ്ങാമല്ലോ, എനിക്ക് രാവിലെ സ്കൂളിൽ പോകണ്ടേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത വളരെ പ്രസക്തമായ ക്വസ്റ്റ്യൻ ഉണ്ട് പത്മ. അമ്മയെ പേടിയുണ്ടോ? പേടി അങ്ങനെ അമ്മ പേടിപ്പിച്ചിട്ടല്ല എന്നോട് കാര്യങ്ങൾ പറയാറില്ല. അതുകൊണ്ട് എനിക്ക് അമ്മേനോട് അങ്ങനെ പേടിയായിട്ടില്ല. ഐ നോ ഐ ക്യാൻ ടോക്ക് ടു ഹർ. ഓക്കെ, താങ്ക് യു. എനിക്ക് ആദ്യം തൊട്ടേ അങ്ങനെ ഒരു പേരൻറ്റിങ്ങിൽ ഒരു പേടിയുള്ള റിലേഷൻ ആവരുത് കുട്ടിക്ക് നമ്മളോട് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അവരൊരു കാര്യം ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്കാണെന്ന് റിയലൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് അവരതിൽ നിന്ന് മാറേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നമ്മളെ പേടിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യാതിരിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേടിക്കേണ്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവർ ഡെഫിനറ്റായിട്ടും അത് ചെയ്തു നോക്കും. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ള ബോധം അവർക്ക് ഉണ്ടായിട്ട് വേണം അവരത് ചെയ്യാതിരിക്കാൻ.
അപ്പോൾ നമുക്ക് ഗൈഡ് ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പേടിപ്പിക്കുന്ന ഒരു എലമെൻ്റ് അതിനകത്ത് ഉണ്ടാവും. അയ്യോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പേടിയാണെന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ടാവരുത് എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്. ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് യുവർ ബോണ്ട് ബിറ്റ്വീൻ പത്മ ആൻഡ് കമല? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അല്ലേ? ലൈക്ക് നമുക്ക് ഓരോ മക്കളും നമുക്ക് സ്പെഷ്യലാണല്ലോ. അപ്പം അവർ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടെന്നാണോ ഇവിടെ ചോദിച്ചത്? ഹൗ യു ഡിഫറൻഷിയേറ്റ് യുവർ ബോണ്ട് എന്നാണ് പറഞ്ഞത്. ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇവള് ഫസ്റ്റ് ബോൺ ആയതുകൊണ്ട് എൻ്റെ എല്ലാ എക്സ്പീരിയൻസുകളും ഇത് ആദ്യത്തെ ആയതുകൊണ്ട് ആ തരത്തിലത് സ്പെഷ്യലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 8 year ആയിട്ട് എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത ഒരു സമയത്താണ് കമല വന്നത്. സോ ദാറ്റ് ഈസ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. അതല്ലാണ്ട് അതിനെക്കുറിച്ച് എങ്ങനെ എന്താ ബോണ്ടിനെ കുറിച്ച് സെപ്പറേറ്റ് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, സെയിം ക്യാരക്ടർ, നമുക്ക് രണ്ടുപേർക്ക് സെയിം ആയിട്ട് എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ഹലോ, താങ്ക് യു. തന്നെ എഴുതിയതാണോ? നന്നായിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ നന്നായിട്ട് എഴുതിയിട്ട് വരുമോ? അങ്ങനെ നമുക്ക് സെയിം ക്യാരക്ടറുള്ള എന്ത് കാര്യമുള്ള? നമ്മൾ രണ്ടുപേരും അത്ര ലൗഡായിട്ടുള്ള ആൾക്കാരല്ല. ലൈക്ക് വി ഡോണ്ട് ഗോ ഫോർ ബിഗ് ക്രൗഡ്സ്. വി ലൈക്ക് ടു സിറ്റ് ഇൻ സ്മോൾ സർക്കിൾസ്. ശരിയാ. എന്നോട് എല്ലാവരും വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, പത്മ ഭയങ്കര ക്വയറ്റാണോ, ഭയങ്കര കാമാണോ, പത്മ അങ്ങനെ അധികം സംസാരിക്കാറില്ലേ എന്നുള്ളത്. പക്ഷേ ഈ വീട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾ പത്മയാണ്. പക്ഷെ അതൊരു ഇൻറ്റിമേറ്റ് സർക്കിളിൽ അവളുടെ ഒരു കംഫർട്ട് സ്പേസിൽ മാത്രമാണ് അവൾ അങ്ങനെ സംസാരിക്കുക. അപ്പം ഏറെക്കുറെ ഞാനും അതുപോലെയാണ്. പിന്നെ ഈ വർത്താനം പറയുന്നത് ജോലിയായി പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഇൻറ്റിമേറ്റ് സർക്കിള്, വളരെ പരിചയമുള്ള കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ ഗ്യാതറിങ്സ്, അതിൽ മാത്രം ലിമിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. വലിയ ക്രൗഡും ബഹളവും ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റാറില്ല. അതിനും കൂടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ വീട്ടിലുള്ള ബാക്കി രണ്ടുപേരും. അപ്പം അച്ഛനാണെങ്കിലും കമലയാണെങ്കിലും കുറച്ചും കൂടെ ഞങ്ങളെപ്പോഴും പറയും ഇവർ രണ്ടുപേരും നല്ല എക്സ്ട്രോവേർട്സ് ആണെന്ന് പറയും. അവർക്ക് പുറത്ത് പോയി ആളും ബഹളമൊക്കെ അവരെ ഹാപ്പി ആക്കും. അങ്ങനെ ഏജ് ഗ്യാപ്പ് ബിറ്റ്വീൻ യു ടു. നമ്മൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ്, എൻ്റെ 26 വയസ്സ് കഴിഞ്ഞ് 27ാമത്തെ വയസ്സിലാണ് പത്മ ജനിക്കുന്നത്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 27 വർഷത്തെ ഏജ് ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവൾ ഇടയ്ക്കിടയ്ക്ക് പറയും യു ആർ സച്ച് എ ടിപ്പിക്കൽ മില്ലേനിയൽ പേരൻറ്റ് എന്ന് പറയും. ഓഫ് കോഴ്സ്. സോ ഷീ ഈസ് എ ജെൻ ആൽഫ ആൻഡ് ഞാനൊരു മില്ലേനിയൽ പേരൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് 27 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു മമ്മി ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ മോളോട് ദേഷ്യപ്പെട്ടിരുന്നെ വിചാരിച്ചാലും ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകാറുണ്ടെന്നുള്ളത്. ഇത് എന്നോട് ചോദിച്ചൊരു പേരൻറ്റിങ് ക്വസ്റ്റനാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. നമ്മളും ഈ പറഞ്ഞ പോലെ ചില മൊമെൻറ്റ്സിൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മളിത് അതേപടി നമ്മൾ ചിലപ്പോൾ കുട്ടികളിലേക്ക് കൊടുക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. ചില പോയിന്റിലൊക്കെ ഞാനും അങ്ങനെയായിരുന്നു. ഇപ്പം ഇവൾക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ ഇവൾ തീരെ ചെറുതായിരുന്ന സമയത്ത് എനിക്കും പലപ്പോഴും എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. പത്മ കരയുന്ന കൂടെ അമ്മയും ഇരുന്ന് കരയുമായിരുന്നു. ഈ കൊച്ചെന്തിനാ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിരുന്ന് കരയുമായിരുന്നു. എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവളുടെ ടാൻട്രംസിൻ്റെ ഒപ്പം ഞാനും കരയുന്നൊരു ഫേസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ ഓൾറെഡി ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ബാഗേജസ് ആണ് എനിക്കിത്രയും പ്രശ്നമാവുന്നത്, അത് കുട്ടിയുടെ പ്രശ്നമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്, കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് എന്നെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ലൗഡായിട്ട് നമ്മൾ എന്തിലെങ്കിലുമൊക്കെ നമ്മളങ്ങ് റിയാക്ട് ചെയ്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആ സിറ്റുവേഷനിൽ നിന്ന് കട്ട് ചെയ്ത് മാറി ഒന്ന് അകത്തെ മുറിയിലെങ്കിലും വരെ ഒന്ന് പോയിട്ട് എന്തിനാണ് എനിക്കിപ്പോൾ ദേഷ്യം വരുന്നത്, കുട്ടി ചെയ്തൊരു ആക്റ്റാണോ അതോ എനിക്ക് ഓൾറെഡി ഉള്ള ഈ സ്ട്രെസ്സിൻ്റെ കൂടെ ഇതും കൂടെ കണ്ടത് കൊണ്ടാണോ എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നുന്നത് എന്നുള്ളതൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അമ്മയിലെ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്താണ്? പറയൂ, ഇത് നീ എന്തായാലും പറയണം. അമ്മയുടെ പേഷ്യൻസ്. ചില നേരത്ത് കമലൊക്കെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് വരുമ്പോൾ അമ്മ അപ്പൊ ഞാൻ ഇവളെൻ്റെ അടുത്ത് പറയും അമ്മേനെ സമ്മതിക്കണം, അമ്മ അല്ലാണ്ട് ആരാണെങ്കിലും ഇപ്പം ഒരു അടിയെങ്കിലും വെച്ച് കൊടുത്തേനെന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അടിക്കേണ്ടതായിരുന്നു എന്ന് പറയും. അപ്പം പൊതുവേ ക്ഷമയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം അത് ഞാൻ കൂടുതൽ
പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ചില സമയത്ത് നമുക്ക് തീരെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയാൽ പോലും ഞാൻ എപ്പോഴും മറ്റേ ആളിൻ്റെ പെർസ്പെക്റ്റീവും കൂടി ചിന്തിച്ചിട്ട് കുറച്ചുകൂടെ കാമായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് എപ്പോഴും ഒന്നുമല്ല കേട്ടോ, ചില സമയത്ത് കയ്യിൽ നിന്ന് പോവും. പക്ഷേ ഇവരിങ്ങനെ കാണുന്ന സമയം കുറവാണ്. ഞാൻ ചില സമയത്ത് വീട്ടിൽ കിടന്ന് ഒച്ചയൊക്കെ എടുക്കും. ഇപ്പോൾ രാത്രിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കിടത്തി ഉറക്കാൻ രണ്ടെണ്ണത്തിനെന്നൊക്കെ പറഞ്ഞ് പത്മയെ വിളിച്ചു കഴിഞ്ഞാൽ പത്മ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് കിടക്കാനൊക്കെ വരും. ചെറുതങ്ങനെയല്ലല്ലോ. അപ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവൾ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പം അത് സ്വാഭാവികമാണ്, അത് ആ പ്രായത്തിൻ്റെയാണ്. അപ്പോൾ അത് നമുക്കറിയാം. പക്ഷെ എന്നാലും ചില സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം ഞാനിവിടെ കിടന്നിട്ട് അലറും, ഒന്ന് പോയി കിടക്കുന്നുണ്ടോ പിള്ളേരെ എന്നൊക്കെ ചോദിക്കും. അപ്പം അതാണ് എൻ്റെ മാക്സിമം എക്സ്ട്രീം എന്ന് പറയുന്നത്. കമല വരുന്നതിന് മുന്നേ പത്മയെ എങ്ങനെയാണ് സെക്കൻഡ് ബേബിക്ക് വേണ്ടി പ്രിപ്പയർ ആക്കിയത്? അങ്ങനെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഓർമ്മയുണ്ടോ? ഇല്ല. ഓർമ്മയില്ല? ഓക്കെ, ഇറ്റ്സ് ബീൻ 4 years. 4 വർഷം ആവുന്നു, കമലയ്ക്ക് 4 വയസ്സാവുകയാണ്. അപ്പം അതിന് മുന്നത്തെ കാര്യമല്ലേ. പക്ഷേ ഞങ്ങളങ്ങനെ കോൺഷ്യസ് എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി ഉണ്ടാവുമ്പോൾ വാട്ട് ടു എക്സ്പെക്ട്, എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് എന്നുള്ളത് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, അവൾക്ക് എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും, അവൾക്ക് എങ്ങനെ ആ ഒരു ഫേസിൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരിക്കലും അവളെ കമലയുടെ പേരൻ്റ് ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും പറയുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, നമ്മുടെ എന്തടി ആ പാട്ട് ഏതായിരുന്നു, കാക്കാത്തിക്കാവിലെ പാട്ട്, കണ്ണാൻ തുമ്പി എന്നുള്ള പാട്ട്. ആ പാട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കമല ആ പാട്ട് കണ്ടിട്ട് ഭയങ്കര സർപ്രൈസിംഗ്ലി പത്മേനോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, വാരി കൊടുക്കണ കണ്ടോ, എനിക്കിതുപോലെ വാരിത്താ നീ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് തന്നെ അതിനുള്ളൊരു പ്രൂഫാണ്. കാരണം പത്മയല്ല കമലയുടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ടേക്ക് കെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫുഡ് വാരി കൊടുക്കുക, ഒരുക്കുക, കുളിപ്പിക്കുക, പുറത്തോട്ട്, ഈ പരിപാടികളൊന്നും പത്മയല്ല. ആൻഡ് വി ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഫ്രം ഹർ. അത് അവൾക്കും നല്ല ക്ലിയർ ആയിട്ട് അറിയാം. പേരൻറ്റിങ് അവളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, സിസ്റ്ററിൻ്റെ ജോലി സിസ്റ്ററായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് തല്ലും പിടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ ഭയങ്കര റെസ്പോൺസിബിൾ സിസ്റ്ററാവും. അപ്പോൾ മറ്റവർക്ക് അത് പിടിക്കൂല. അപ്പോൾ ചിലപ്പം തല്ലും വഴക്കൊക്കെ ആവും. ആൻഡ് ദിൽ പരാതിയായിട്ട് വരും. ഇറ്റ്സ് വെരി നോർമൽ തിങ്. ഇവർ തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഭയങ്കര വലിയ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞും കൂടുതൽ പത്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ കൂടെ അങ്ങ് ഗെറ്റ് അലോങ് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു മേജർ ട്രാൻസിഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. അവൾ അല്ലേ ചെറുതുണ്ടായപ്പം സന്തോഷമുള്ളൊരു ഇതായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ വലിയ തോന്നിയോല്ലോ ഇല്ല. ഓക്കെ, ഹൗ ഡു യു സ്പെൻഡ് യുവർ വീക്കെൻഡ്സ്? നിന്നോടാ. Together or like me myself? രണ്ടും പറഞ്ഞോ. Okay. Weekend I sit at home. Sometimes my friends come because we just moved out. So we like have play dates. ഇച്ചിരി നേരം കമലയുടെ കൂടെ ഇരുന്ന് കളിക്കും. കുറച്ച് നേരം സ്ക്രീൻ ടൈം ഉണ്ട്. പിന്നെ ഹോംവർക്കൊക്കെ ഫിനിഷ് ചെയ്ത് വെക്കും. പിന്നെ സൺഡേ ആണ് അമ്മ വീട്ടിലിരിക്കുന്ന ദിവസം. അപ്പോൾ വീൽ ഗോ ഔട്ട് ടുഗെദർ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കൽ, മിണ്ടൽ, അങ്ങനെയൊക്കെയാണ് സൺഡേസ്. അച്ഛൻ കൂടി ഇവിടെയുള്ള സമയത്താണെങ്കിൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. മിക്കവാറും എന്തെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട്ടിലേക്ക് വരുമോ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീടുകൾ വിസിറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സാധാരണ എല്ലാവരുടെയും വീക്കെൻഡ് പോലെയുള്ള വീക്കെൻഡുകളൊക്കെ തന്നെയാണ്. സൺഡേ ഞാനങ്ങനെ വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും അധികം എടുക്കാറില്ല. ഞാൻ സൺഡേ ഇവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ദിവസം. അപ്പം നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ സൺഡേയിൽ എന്ത് വലിയ ഇവൻ്റ് ആണെങ്കിലും പിടിക്കാറില്ല. പിന്നെ ചില സമയത്ത് ഞാൻ പിന്നെ ഇവളെ വിളിച്ച് ചോദിക്കും, പരിപാടി ഞായറാഴ്ചയാണ്, അമ്മ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ സൺഡേ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആവാറുണ്ട്. പത്മ എങ്ങനെയാണ് സ്ക്രീൻ ടൈം മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാ പത്മ? സ്ക്രീൻ ടൈം ഞാൻ ഐപാഡിൽ ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിമിറ്റ് കഴിയുമ്പോൾ ഐപാഡിൽ റിങ് ആവും, തന്നെ ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ ചില നേരത്തെ എനിക്ക് ഓവറാന്ന് തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് അമ്മേനോട് വന്ന് പറയും, ഇച്ചിരി ഓവർ ആവുന്നുണ്ട്, എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ. അമ്മയില് പത്മയ്ക്ക് കറക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നൊരു ബിഹേവിയർ? ഞാൻ എന്തേലും വലിയ ലെക്ചർ ഒക്കെ പറയുമ്പോ അമ്മ ഓക്കെ യെസ് ഐ ഡു ദാറ്റ്.
എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ തിരിച്ച് എന്താ ഞാനിപ്പോ പറഞ്ഞേ, അയ്യോ ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാം. നിങ്ങളൊക്കെ വീട്ടിൽ സംഭവിക്കാറില്ലേ? എനിക്കത് സംഭവിക്കാറുണ്ട്. ഇപ്പൊ പിള്ളേരോട് പറയും, അമ്മ പാസീവ് അറ്റൻഷൻ അല്ല, ഞങ്ങൾക്ക് ഫുൾ ആക്റ്റീവ് അറ്റൻഷൻ വേണമെന്ന്. ഇതൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു പഠിപ്പിച്ചേ. അപ്പൊ അതുകൊണ്ട് ഞാനതിൽ ഖേദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഫോൺ മാറ്റി വെച്ചിട്ട് ശരി ഇനി ശരിക്കും കാര്യം പറ എന്ന് പറയും. പക്ഷെ നമുക്ക് ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, നമ്മൾ അറിയാണ്ട് പോയിട്ട് വീണ്ടും ഈ ഫോൺ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. അത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. എനിക്ക് ശരിക്കും പ്രശ്നമുണ്ട്. നമ്മുടെ തലയിൽ പകുതി സമയത്ത് മറ്റേ ഓഫീസിലെ കാര്യം അല്ലെങ്കിൽ വേറെ ക്ലയൻസിൻ്റെ കാര്യം, വേറെ എന്തെങ്കിലും സംഭവം, ഇങ്ങനെ പല കാര്യങ്ങൾ ഓടുന്നതുകൊണ്ട് നമ്മൾ അറിയാണ്ട് അതെന്തായി എന്ന് അറിയാനുള്ളൊരു വ്യഗ്രത ഉണ്ടാവും. പക്ഷെ പിള്ളേർക്കത് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഫുൾ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളത് എനിക്കറിയാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഡാർലിംഗ്. ഓക്കെ. പിന്നെ പത്മ അക്കാഡമിക് സ്ട്രെസ്സൊക്കെ പത്മ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്? പത്മയ്ക്ക് അങ്ങനെ ഒരു അക്കാഡമിക് സ്ട്രെസ് ഉണ്ടോ പത്മ? Most of the times no. എന്താ ഇല്ലാത്ത? ഞാൻ ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവാറ്. പിന്നെ മൈ കരിക്കുലം ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. ഞാൻ CBSE-ലല്ല, ഐ മീൻ IB. സോ ലൈക്ക് ദ വേ ഓഫ് ലേണിംഗ് ഇസ് എ ബിറ്റ് മോർ ഡിഫറെൻറ്റ്. പിന്നെ നമ്മളിങ്ങനെ എന്താണ് ക്ലാസ്സിൽ ഉള്ള ഗ്രേഡ്, എത്ര സ്കോർ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒട്ടും ക്യൂരിയസ് അല്ല. അതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്ക് പപ്പ, പഠിക്ക്, കുറച്ച് സമയമെങ്കിലും ഇരുന്ന് പഠിക്ക്, അങ്ങനത്തെ ഒരു ഡയലോഗ് ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും സംഭവിക്കാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അവൾ പണ്ടോട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പഠിക്കണം എന്നുള്ളത് അവൾക്ക് തോന്നിയിട്ട് അവളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവൾ പഠിക്കുന്നതാണ്. അവൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവൾ പഠിക്കുന്നതാണ്. അല്ലാതെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനത്തെ വലിയ അക്കാഡമിക് സ്ട്രെസ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈ ചെറിയ ആളുടെ കാര്യത്തിൽ എനിക്കറിയത്തില്ല. കാരണം അവൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ നാളെ പോകുന്നില്ല. ടീച്ചർ എന്നോട് 5 എഴുതാതെ 6 എഴുതിയതിന് ടീച്ചർ അങ്ങനെയല്ല എഴുതേണ്ടത്, ഇടയ്ക്ക് 5 എഴുതണമെന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിയില്ല. പിന്നെ ഒന്നും പറയാനുള്ളൊരു ഏജ് ആയിട്ടും ഇല്ലല്ലോ. എന്താണ് പത്മയിലും കമലയിലും ഉള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഭയങ്കര യുണീക്കാണ്. അതുകൊണ്ട് തന്നെ പത്മയെ പോലെയല്ല കമല. പിന്നെ എനിക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഞാൻ പത്മയ്ക്ക് എങ്ങനെയുള്ളൊരു പേരൻ്റാണോ ഞാൻ അങ്ങനെ ആയിരിക്കില്ല ഞാൻ ചിലപ്പം കമലയ്ക്ക്. പത്മ ചിലപ്പോൾ നാളെ ഒരു സമയത്ത് പറയും, ഓ അമ്മ ഭയങ്കര പാവം, അങ്ങനത്തെ അമ്മയാണെന്ന് ചിലപ്പോൾ പത്മ പറഞ്ഞാൽ മറ്റവൾ ചിലപ്പോൾ നാളെ നേരെ തിരിച്ചായിരിക്കും പറയുന്നത്, ഓ അമ്മ എപ്പോഴും ബിസി അല്ലായിരുന്നോടി എന്നായിരിക്കും ചിലപ്പം അവൾ പറയാൻ പറ്റില്ല. സോ സെയിം പോലെയാണ് നമ്മൾ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും കുട്ടികൾക്കത് രണ്ടായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. കാരണം കുട്ടികൾ ഭയങ്കര യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തിലും പത്മയെ പോലെ അല്ല. അതിപ്പം അവരുടെ സ്വഭാവം ആയിക്കോട്ടെ, അവരുടെ അല്ലേ ഫുഡ് ഹാബിറ്റ് തൊട്ട് എല്ലാം ഡിഫറെൻ്റാ. ഫേവറേറ്റ് തിങ് ടു ഡു ടുഗെദർ, നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് കാര്യം എന്താ? ആര് വർത്താനം പറയും? പത്മ വർത്താനം പറയും, അമ്മ ഇരുന്ന് കേൾക്കണം. അതിപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയാലും ഇവിടെ അതിൻ്റെ വെളിയിൽ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഓർക്കും, ഞാൻ എൻ്റെ അമ്മയോട് എന്ത് ചെയ്തോ അത് തന്നെയാണ് ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് വർത്താനം പറയണം, കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ. കുട്ടി കാര്യങ്ങൾ തൊട്ട് പിന്നെ കുട്ടികൾക്ക് അത് നമ്മളോട് പറയുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവരൊരു പോയിന്റിൽ നമ്മളോട് ഈ പറച്ചിൽ നിർത്തിയിട്ട് അവരുടെ സർക്കിളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നൊരു സമയം വരും. അപ്പം നമുക്ക് ചിലപ്പം പത്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ യാപ്പിംഗ് ചിലപ്പം അപ്പം അമ്മയ്ക്ക് മിസ് ചെയ്യും അല്ലേ? പത്മ സ്കൂൾ വിട്ട് വരുമ്പോഴേ പറയുന്നതാ, അമ്മ ഐ ഹാവ് ടു യാപ്പ് എ ലോട്ട്, ഇങ്ങനെയല്ലേ പറയുക. കുറേ ജനാൽഫ വാക്കുകളുണ്ട് എൻ്റെ മക്കളെ, വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ചാറ്റ് GPT വരെ ചോദിക്കും ഇവളിപ്പോൾ എന്താ പറഞ്ഞിട്ട് പോയെന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ പത്മ എനിക്ക് ക്ലാസ് എടുക്കും ഇടയ്ക്ക്, അമ്മ ഇതിങ്ങനെയാണ്, ഈ വാക്ക് അങ്ങനെയാണ്, അതിവിടെയാണ് പ്രയോഗിക്കുന്നതെന്നൊക്കെ. ഷീസ് എ ടിപ്പിക്കൽ ജനാൽഫ. സന്തോഷമായില്ലേ? പത്മ ഇപ്പോൾ ആലോചിക്കുക, അമ്മ ഇതൊക്കെ പറഞ്ഞു, ഞാൻ നാളെ സ്കൂളിലേക്ക് പോകണമല്ലോ എന്നാണ് അവൾ ആലോചിക്കുന്നത്. എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാനുണ്ടോ ഇതിനകത്ത്? കുഴപ്പമില്ല. പത്മയെ പേരൻറ്റ് ചെയ്തിട്ട് ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കുട്ടികളുടെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരത് ഏത് ഏജിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ കൺസെൻറ്റ് എടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ എന്നുള്ളതാണ്. പണ്ട് എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവള് കുറച്ച് കുഞ്ഞായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇവൾ കരയുന്ന വീഡിയോ, ഇവളുടെ ക്രാങ്കി സാധനങ്ങളൊക്കെ ഞാൻ അന്ന്
വീഡിയോ ഷെയർ ചെയ്യുമായിരുന്നു. നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് പക്ഷെ ഇവളത് റിയലൈസ് ചെയ്ത സമയത്ത് ഇവളെന്നെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, അമ്മ എന്തിനാ അത് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മളിങ്ങനെ കണ്ടന്റ് ഒക്കെ ചെയ്തു തുടങ്ങി, യൂട്യൂബിലൊക്കെ കണ്ടന്റ് ചെയ്യുന്ന സമയത്തും ഒരു പോയിന്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും പത്മയ്ക്ക് അധികം ക്യാമറയിലേക്ക് വിസിബിലിറ്റി തരുന്നത് അവൾക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാതിരുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നൗ ഷീ ഈസ് ഓക്കെ. അവൾ എന്നോട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓക്കെ വിൽ ഡു സംതിങ് ടുഗദർ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എങ്കിലും ചെയ്തത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻസ്. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് സിമിലർ ക്വസ്റ്റ്യൻസാണ്. അനിയത്തിയുമായിട്ടുള്ള ബോണ്ട്, ലൈക്ക് അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പെറ്റുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ ഏകദേശം നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വേറൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.